മുടി ഇങ്ങനെ കിടന്ന് തിളങ്ങുന്നതിൻ്റെ ഒരു രഹസ്യമാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പം മുടി ഇങ്ങനെ തിളങ്ങുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതിൻ്റെ രഹസ്യം വേറെ ഒന്നുമല്ല, നമ്മുടെ ഫ്ലാക്സീഡ് ജെല്ലാണ്. ഫ്ലാക്സീഡിന് ചണവിത്ത് എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഇത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 50 രൂപ റേഞ്ചിൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം നമുക്ക് തലമുടിക്ക് മാത്രമല്ല ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. മുടി കൊഴിച്ചിൽ നിർത്തി മുടി നല്ല സ്ട്രോങ് ആയിട്ട് വളർത്തും, അതുപോലെ തന്നെ മുടി നല്ല സിൽക്കി സോഫ്റ്റ് ആയിട്ട് വളരും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഒരു 5 ഡേ ചലഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ ചലഞ്ചിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ഫ്ലാക്സീഡ് ജെൽ തന്നെയാണ്. അപ്പോൾ ഫ്ലാക്സീഡ് ജെൽ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കപ്പ് വെള്ളത്തിൽ ഞാൻ ഒരു 5 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂണോളം നമ്മുടെ ഫ്ലാക്സീഡ് ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ജെൽ ഫോം ചെയ്തു എന്ന് അറിയാൻ വേണ്ടി ഒരു സ്പൂൺ ഇട്ടിട്ടൊന്ന് ഇളക്കി വയ്ക്കാൻ മതി. അപ്പോൾ ഒരു തിക്കായിട്ട് ആ വെള്ളം വരും. അപ്പോൾ ഞാൻ ആ ചൂടോടെ തന്നെ ഒരു അരിപ്പയിൽ ഇതുപോലെ മാറ്റിയെടുക്കുകയാണ് ഒരു ജെല്ല്. ആ വിത്ത് ഞാൻ പിന്നെ ഒന്നുകൂടി കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി തിളപ്പിച്ചെടുത്ത് അതിൽ ജെല്ല് മാക്സിമം നമ്മൾ ഊറ്റി എടുത്തിട്ടുണ്ട്. 5 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലാക്സീഡ് ജെൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വലിയ ഹോളുള്ള അരിപ്പുണ്ടെങ്കിൽ അതിലാണ് നമ്മൾ ഊറ്റിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ എൻ്റെ മുടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നന്നായിട്ട് ഡള്ളായിട്ടും അതുപോലെ തന്നെ നല്ല ഫ്രിസി ആയിട്ടാണ് എൻ്റെ ഹെയർ ഇരിക്കുന്നത്. അപ്പോൾ കുറേ കാലമായി മുടി നന്നായിട്ട് നോക്കിയിട്ട്, അതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് കൊഴിഞ്ഞും പോകുന്നുണ്ട്. ഇപ്പോൾ ചൂട് കാലമായതുകൊണ്ട് നന്നായിട്ട് മുടി കൊഴിഞ്ഞും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എനിക്കിപ്പം മുടിക്ക് ആവശ്യമുള്ള ഫ്ലാക്സീഡ് ജെൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ മുടി ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത് പോലെ തോന്നിയത് കൊണ്ട് മാത്രം ഒരു 2-3 ഡ്രോപ്പ് ഒലിവ് ഓയിൽ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞൂടാ, മുടിയിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ മുടി കുറേ കൊഴിയുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ മുടി കുറേ എൻ്റെ കയ്യിലേക്ക് എന്നെ പോരുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഈ ഫ്ലാക്സീഡ് ജെൽ നമ്മുടെ തലമുടിയിൽ അപ്ലൈ ചെയ്യാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെ കുറച്ച് പേടിയോടെ തന്നെയാണ് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തത്. പിന്നെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തായിരുന്നു. നന്നായിട്ട് ചെറിയ സോഫ്റ്റായിട്ട് മസാജും ചെയ്തായിരുന്നു. അപ്പോൾ മുടി ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ റെഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അത് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 45 മിനിറ്റിന് ശേഷമാണ് ഹെയർ വാഷ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഷാമ്പൂവും ചെയ്തായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ തന്നെ മുടിയുടെ ആ ഫ്രീസിനെസ്സൊക്കെ മാറി മുടി നല്ല ഒരു ചെറിയ ഷൈനിങ് ലുക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേയുടെ ഒരു ലുക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഫ്ലാക്സീഡ് ജെല്ല് ഇതുപോലെ ഒരു ടൈറ്റായ കണ്ടെയ്നറിൽ ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ തലമുടിയിൽ അപ്ലൈ ചെയ്യണതിൻ്റെ 1 മണിക്കൂർ മുന്നേ ഇത് പുറത്തെടുത്ത് വെക്കും. ഇതുപോലെ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കും കേട്ടോ. അപ്പോൾ ഹെയറിന് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് അത് നമ്മൾ തലമുടിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഫ്ലാക്സീഡ് ജെൽ ഞാൻ ഒരു 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ആ 5 ദിവസത്തിൽ ഫസ്റ്റ് ഡേയും പിന്നെ ലാസ്റ്റ് ഡേയും ആണ് ഞാൻ ഷാമ്പൂ ചെയ്തിട്ടുള്ളത്. മുടി ഡ്രൈ ആയിട്ട് തോന്നുന്ന ദിവസങ്ങളിൽ ആ ഫ്ലാക്സീഡ് ജെല്ലിൻ്റെ കൂടെ 2-3 ഡ്രോപ്പ് ഓയിൽ ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ ഡ്രോപ്പ് ഓയിൽ നമുക്ക് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സാധാ കോക്കനട്ട് ഓയിലോ എന്താ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ പറയാൻ വിട്ടുപോയ കാര്യം, ഡേ 2 മുതൽ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ മുടിയിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ മുടി കൊഴിച്ചിൽ കുറഞ്ഞതുപോലെ എനിക്ക് തോന്നി. പിന്നെ ഫൈനൽ ഡേയിലാണ് ഞാൻ ശ്രദ്ധിച്ചത് മുടി കൊഴിച്ചിൽ തീരെ ഇല്ലാത്തതുപോലെയാട്ടോ എനിക്ക് തോന്നിയത്. അപ്പോൾ ആ സ്കാൽപ്പിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തന്നെ ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ മുടിക്ക് വന്ന ഒരു മാറ്റം നിങ്ങൾക്ക് ഡയറക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഡേ 1 മുതൽ ഡേ 5 വരെയുള്ളത്. ഡേ 1-ൽ നമ്മൾ ഷാമ്പൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ള ഹെയറാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. മുടിയുടെ ഫ്രീസിനെസ്സൊക്കെ മാറി മുടി നല്ലൊരു സോഫ്റ്റായിട്ടും പിന്നെ അതുപോലെ തന്നെ നല്ല സിൽക്കി ആയിട്ടും ആ ഡേ 1-ൽ തന്നെ ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. ഈ ഒരു പാക്ക് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് മുടി കെട്ടി വെച്ചിട്ടുണ്ടായാലും മുടി സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇടാണ് ചെയ്തത്. കാരണം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി സ്ട്രെയിറ്റ് ആവും എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുടി അങ്ങനെ തന്നെ വിട്ടത്. അപ്പോൾ ഞാൻ എൻ്റെ മുടി സ്ട്രെയിറ്റനിങ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ എന്തായാലും തോന്നും, മുടി സ്ട്രെയിറ്റനിങ് ചെയ്താണോ? ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഡേ 2-ലും ഡേ 3-ലാണ് ഇപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുന്നത്. അപ്പോൾ ഡേ 3 ആയപ്പോൾ തന്നെ മുടിയുടെ ഫുൾ ലെങ്ത്തിൽ നല്ല ഷൈനിങ് ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല സിൽക്കി ആയിട്ടും വന്നിട്ടുണ്ട്. മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. മുടിയുടെ ആ ടെക്സ്ചർ തന്നെ മാറിപ്പോയി. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല. ഞാൻ പിന്നെ അതിൽ കൂടുതൽ എന്താ പറയേണ്ടത്, അപ്പോൾ കണ്ടു നോക്കൂ. ഞാൻ എൻ്റെ മുടി സ്ട്രെയിറ്റനിങ് ചെയ്തിട്ടില്ല, മുടിയിൽ വേറെ ഒരു പാക്ക് ഇട്ട് കൊടുത്തിട്ടില്ല, ഷാമ്പൂ ചെയ്തിട്ടില്ല. അപ്പോൾ മുടിയുടെ ഒരു ലുക്ക് തന്നെ മാറിപ്പോയി. നിങ്ങൾക്ക് ഞാൻ നേരിട്ട് കാണിച്ചു തരാണ് ഫ്ലാക്സീഡ് ജെൽ ഉപയോഗിച്ചിട്ട് എൻ്റെ മുടിക്ക് വന്ന ഈ ഒരു എഫക്റ്റ്.
അഞ്ചാമത്തെ ദിവസം ഞാൻ ഈ ഫ്ലാക്സീഡ് ജെൽ തലമുടിയിൽ ഇട്ട് കഴിഞ്ഞിട്ട് എൻ്റെ മുടിക്ക് വന്ന ഒരു എഫക്റ്റ് നിങ്ങൾ നേരിട്ട് കണ്ടു നോക്ക്. എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റിയില്ല. കുറേ യൂട്യൂബേഴ്സ് ഇതുപോലെ ഫ്ലാക്സീഡ് ജെല്ലിൻ്റെ ഒരു ചലഞ്ച് ഇട്ടിട്ടുള്ളത് ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഫോറിനേഴ്സാണ് കൂടുതൽ ഫ്ലാക്സീഡ് ജെല്ല് ചലഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവർ പറയുന്നത് കള്ളമാണെന്ന് ഇത്ര നാൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. കാരണം അവരുടെ പല തരത്തിലുള്ള ക്രീമുകളും കാര്യങ്ങളും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. പക്ഷേ മക്കളെ അല്ല, ഫ്ലാക്സീഡ് ജെൽ പ്ലസ് ഒലിവ് ഓയിൽ മാത്രമാണ് ഞാൻ യൂസ് ചെയ്തത്. മുടിയുടെ ടെക്സ്ചർ തന്നെ മാറിപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. 5 ദിവസം തുടർച്ചയായിട്ട് ഫ്ലാക്സീഡ് ജെൽ നമ്മുടെ ഹെയറിന് അപ്ലൈ ചെയ്ത ഒരു മാറ്റം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മുടി നന്നായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇല്ല എന്നൊന്നും ഒരിക്കലും ഞാൻ കള്ളം പറയാൻ പോകുന്നില്ല, നിങ്ങൾ നേരിട്ട് കണ്ടതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാനും മറക്കരുത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ചാനലിൽ മുന്നോട്ടുള്ള വളർച്ച. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.